students, welcome to the class. Molecular basis of inheritance എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതായത് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എന്താണെന്ന് അറിയാലോ, നമ്മുടെ DNA-യുടെ ഒരു ചെറിയൊരു പാർട്ടാണ് എന്താ ജീൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് കോഡ് ഫോർ എ പെർട്ടിക്കുലർ പ്രോട്ടീൻ ഓർ ദാറ്റ് കോഡ് ഫോർ എ പോളിപെപ്റ്റൈഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ജീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ജീനിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്രഷൻസിനെ എങ്ങനെയൊക്കെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ ലെവലിലാണ് ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻസ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ജീൻ എക്സ്പ്രഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത് യൂക്കാരിയോട്സിൽ 4 ലെവൽസിലായിട്ടാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, അതായത് ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. അതായത് ആദ്യം ഫോം ചെയ്യുന്ന ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു ട്രാൻസ്ക്രിപ്റ്റ്, അതായത് mRNA. ആ mRNA എങ്ങനെയാണ്, ഹെട്രോജീനസ് ആയിട്ടുള്ള mRNA ആയിരിക്കും, HN-mRNA ആണ് അല്ലേ. അതാണ് ട്രാൻസ്ക്രിപ്ഷണൽ റെഗുലേഷൻ അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലുള്ള റെഗുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലെവൽ എങ്ങനെയാണ്, പ്രോസസ്സിംഗ് ലെവൽ. അതായത് ഈ ഫോം ചെയ്ത പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റിനെ പ്രോസസ്സ് ചെയ്യണം അല്ലേ. എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്നൊക്കെയുള്ള ചില പ്രോസസ്സുകൾ വഴി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രോസസ്സ് ചെയ്യും. So that is the second level, that is processing level, that includes splicing, capping, tailing, etc. Okay, അങ്ങനെ അതിനെന്താക്കിയിട്ട് മാറ്റി, അതായത് HN-RNA എന്താക്കി മാറ്റി, ഹെട്രോജീനസ് ആയിട്ടുള്ള RNA-യിൽ നിന്ന് നമ്മൾ ഫങ്ഷണൽ ആയിട്ടുള്ള mRNA ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഈ ഫങ്ഷണൽ ആയിട്ടുള്ള mRNA ഫോം ചെയ്തത് നമ്മുടെ സെല്ലിൻ്റെ ന്യൂക്ലിയസിനുള്ളിൽ വെച്ചിട്ടാണ്. ഇനി ആ ന്യൂക്ലിയസിന് എന്ത് ചെയ്യണം, ആ ന്യൂക്ലിയസിനെ അല്ല, ആ mRNA എന്ത് ചെയ്യണം, നമ്മൾ ആ ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. അതാണ് മൂന്നാമത്തെ ലെവല്, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു ദ സൈറ്റോപ്ലാസം. ന്യൂക്ലിയസിൽ നിന്ന് ആ mRNA ഫങ്ഷണൽ ആയിട്ടുള്ള mRNA പുറത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് കൊണ്ടുവരണം. അതാണ് മൂന്നാമത്തെ ലെവല്. ഇനി നാലാമത്തെ ലെവൽ എന്താ, ദാറ്റ് ഇസ് ട്രാൻസ്ലേഷണൽ ലെവൽ, ദാറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് പോളിപെപ്റ്റൈഡ്. അത് മാത്രം പോരാ, കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതിൽ നിന്ന് എന്തും കൂടി ഉണ്ടാവണം, പ്രോട്ടീൻ ഉണ്ടാവണം. ആ പ്രോട്ടീൻ ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ അവിടെയുള്ള ആ റെഗുലേഷൻ, ട്രാൻസ്ലേഷണൽ ലെവലിലുള്ള റെഗുലേഷനും കൂടി നടക്കുന്നുണ്ട്. സോ നമ്മുടെ ജീൻ എക്സ്പ്രഷൻ, യൂക്കാരിയോട്സിലെ ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ 4 ലെവൽസിലായിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, സെക്കൻഡ് വൺ പ്രോസസ്സിംഗ് ലെവൽ, third one transport of mRNA from nucleus to the cytoplasm, and the fourth one is translational level. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് 4 ലെവൽസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു ജീൻ്റെ റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻ്റെ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മെറ്റബോളിക് ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറയുന്നത്. അതായത് ഈക്വലൈ ഉണ്ട്. ഈക്വലൈ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ എസറീഷ്യ കോളൈ, ദാറ്റ്സ് എ ബാക്ടീരിയ. ഓക്കെ, ഈ ഈക്വലൈയിൽ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പേരാണ് എന്താ, ബീറ്റാ ഗാലക്ടോക്സിഡേസ്. ഈ എൻസൈമിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഗാലക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഗാലക്ടോസും ഗ്ലൂക്കോസുമായിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. പക്ഷേ ഈ ലാക്ടോസ് അവിടെ ഇല്ലെങ്കിൽ, അതായത് ഈ ബാക്ടീരിയയുടെ ബോഡിയിൽ ലാക്ടോസ് പ്രസൻറ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബീറ്റാ ഗാലക്ടോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം എന്ത് ചെയ്യുന്നുണ്ടാവില്ല, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ബീറ്റാ ഗാലക്ടോക്സിഡേസ് എന്തിനുള്ള എൻസൈമാണ്, ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള എൻസൈമാണ്. ആ ലാക്ടോസ് അവിടെ ഇല്ലെങ്കിൽ ആരുണ്ടാവുന്നില്ല, ബീറ്റാ ഗാലക്ടോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം ആ ബാക്ടീരിയയുടെ ബോഡിയിൽ ഫോം ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ അതാണ് ഫസ്റ്റ് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റൽ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് എംബ്രിയോ ഇൻ ടു അഡൾട്ട്. അതായത് ഒരു എംബ്രിയോ, ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ സെൽസും കാര്യങ്ങളൊക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അത് എന്തായിട്ട് മാറണം, അഡൾട്ടായിട്ട് മാറണം. അതും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അതും എന്തിൻ്റെ ആക്ടിവിറ്റിയാണ്, ജീൻസിൻ്റെ ആക്ടിവിറ്റിയാണ്. ആ ജീൻസ് കറക്റ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജീൻസ് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് എംബ്രിയോ എന്തായിട്ട് മാറുന്നത്, അഡൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി സപ്പോസ് ഒരു സബ്സ്ട്രേറ്റിനെ നമ്മൾ ഒരു ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയത്തിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഒരു സബ്സ്ട്രേറ്റിനെ ബാക്ടീരിയയുടെ കൾച്ചർ മീഡിയത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, സോ അവിടെ അങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക,
നോക്കി നോക്കുക. ഇഫ് എ സബ്സ്ട്രേറ്റ് ഈസ് ആഡഡ് ടു ദ ഗ്രോത്ത് മീഡിയം ഓഫ് എ ബാക്ടീരിയ, എ സെറ്റ് ഓഫ് ജീൻ, ഒരു സെറ്റ് ജീൻ എന്ത് ചെയ്യും, ദാറ്റ് സ്വിച്ച് ഓൺ ടു മെറ്റബോളൈസ് ഇറ്റ്. അതായത് ആ സബ്സ്ട്രേറ്റിനെ മെറ്റബോളൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബോഡിയിൽ കുറേ ആരുണ്ടായിരിക്കും, ജീൻസുകൾ ഉണ്ടായിരിക്കും. അവരെന്ത് ചെയ്യും, ഈ മെറ്റബോളൈസ്, അതായത് ഇവരുടെ ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൺസ്ട്രക്ഷൻസ് എന്ത് ചെയ്യും, ഈ ജീൻസിൻ്റെ ആക്ടിവിറ്റി കാരണം നടക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയാം. ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ ആഡ് ചെയ്യുക, സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിന് ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ. ആ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സബ്സ്ട്രേറ്റിനെ അവരെന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് അതിനെന്താക്കിയിട്ട് മെറ്റബോളിക് പ്രോസസ്സൊക്കെ നടത്തി അതിനെന്താക്കി മാറ്റും, ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അവിടെ ആ സബ്സ്ട്രേറ്റ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു ഇൻഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡ്യൂസർ പോലെ ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മളൊരു മെറ്റബോളൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ ജീൻസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ആ ഒരു ഫംഗ്ഷൻ, മെറ്റബോളിക് ഫംഗ്ഷൻ എന്ത് ചെയ്യില്ല, ടേൺ ചെയ്യില്ല. കാരണം ഓൾറെഡി അവിടെ എന്താണ് ആഡ് ചെയ്തിട്ടുള്ളത്, പ്രോഡക്റ്റ് ആണ്. ഇനി ആ പ്രോഡക്റ്റിനെ എന്താക്കേണ്ട ആവശ്യമില്ല, വീണ്ടും പ്രോഡക്റ്റ് ആക്കാൻ പറ്റില്ലല്ലോ, ഓൾറെഡി അത് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനെ മെറ്റബോളൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും, ടേൺ ഓഫ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുക, റിപ്രഷൻ എന്ന് പറയാം. ഓക്കെ, നോക്കുക. ഇഫ് എ സബ്സ്ട്രേറ്റ് ഈസ് ആഡഡ് ടു എ ഗ്രോത്ത് മീഡിയം ഓഫ് ബാക്ടീരിയ, എ സെറ്റ് ഓഫ് ജീൻസ് ഈസ് സ്വിച്ച്ഡ് ഓൺ ടു മെറ്റബോളൈസ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഡക്ഷൻ. അതിനെയാണ് എന്തെന്ന് പറയുക, ഇൻഡക്ഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ വെൻ എ മെറ്റബോളൈറ്റ് ഓർ എ പ്രോഡക്റ്റ് ഈസ് ആഡഡ്, പ്രോഡക്റ്റിനെയാണ് നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ, ദ ജീൻസ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ആർ ടേൺഡ് ഓഫ്. അവിടെ എന്ത് ചെയ്യില്ല, ഇതിനെ ഉണ്ടാക്കാനുള്ള ആ ഒരു ജീൻസ് അവിടെ എന്ത് ചെയ്യും, അതിനവിടെ ടേൺ ഓഫ് ചെയ്യും. അതിനെയാണ് റിപ്രഷൻ എന്ന് പറയും. അതിനെ നമ്മൾ എന്തെന്ന് പറയും, റിപ്രഷൻ എന്ന് പറയും. അപ്പോൾ ഈ റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഏത്, ഓപ്രോൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഓപ്രോൺ കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഈച്ച് മെറ്റബോളിക് റിയാക്ഷൻ ഈസ് കൺട്രോൾഡ് ബൈ എ സെറ്റ് ഓഫ് ജീൻസ്. ഓരോ മെറ്റബോളിക് റിയാക്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് അല്ലെങ്കിൽ ഒരു സെറ്റ് ജീൻസ് ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, ഓരോ മെറ്റബോളിക് ഫംഗ്ഷൻസിനെ എന്ത് ചെയ്യുന്നുണ്ടാവുക, റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഓൾ ദ ജീൻസ് റെഗുലേറ്റിംഗ് എ മെറ്റബോളിക് റിയാക്ഷൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഓപ്രോൺ. അതായത് ഒരു മെറ്റബോളിക് റിയാക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന എല്ലാ ജീൻസിനെയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പറയുന്നതാണ് എന്ത്, ഓപ്രോൺ. പക്ഷേ ഓപ്രോൺ എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് ജീൻസ്, ഒരു സെറ്റ് ഓഫ് ജീൻസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ജീൻസ് ആണ് എന്ത്, ഓപ്രോൺ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ മെറ്റബോളിക് ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആ ജീൻസ് ആയിരിക്കില്ല, അതിലുള്ള വേറൊരു സൈറ്റിലായിരിക്കും അതിൻ്റെ റെഗുലേഷൻ നടക്കുക. So opron is a group of genes whose function or expression is regulated by another site of that genes. വേറൊരു സൈറ്റ് ആയിരിക്കും അതിൻ്റെ റെഗുലേഷൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. അതിന് എക്സാമ്പിളാണ് ലാക്കോപ്രോൺ, ട്രിപ്പോപ്രോൺ, എറാ ഓപ്രോൺ ആൻഡ് ഹിസ് ഓപ്രോൺ, പിന്നെ വാൽ ഓപ്രോൺ. ഇതൊക്കെ എന്താണ്, ചില പെർട്ടിക്കുലർ ടൈപ്പ് ഓപ്രോൺസ് ആണ്. ഈ ഓപ്രോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത്, അതായത് ലാക്കോപ്രോൺ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഈ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്, ഫ്രാങ്കോയിസ് ജാക്കബും അതേപോലെ തന്നെ ജാക്ക് മൊണോഡുമാണ്. ഫ്രാങ്കോയിസ് ജാക്കബ് ആൻഡ് ജാക്ക് മൊണോഡ്, ഇവർ രണ്ടുപേരുമാണ് എന്ത്, നമ്മളുടെ ഈ ഓപ്രോൺ കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ ലാക്ക് ഓപ്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞുതരാം. ലാക്ക് ഓപ്രോൺ ഈസ് എ കൈൻഡ് ഓഫ് ഓപ്രോൺ വിച്ച് കൺട്രോൾസ് ദ ലാക്ടോസ് മെറ്റബോളിസം. അതായത് ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഓപ്രോൺസിനെയാണ് എന്തെന്ന് പറയുക, ലാക്ക് ഓപ്രോൺ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ലാക്ടോസിൻ്റെ മെറ്റബോളിസം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഗ്രൂപ്പ് ഓഫ് ജീൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. സോ ലാക്ക് ഓപ്രോൺ ഈസ് ദ ഓപ്രോൺ വിച്ച് കൺട്രോൾ ലാക്ടോസ് മെറ്റബോളിസം ആൻഡ് ഇറ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ ഫ്രാങ്കോയിസ് ജാക്കബ് ആൻഡ് ജാക്ക് മൊണോഡ്. ക്ലിയർ അല്ലേ, അവരാണത് പ്രപ്പോസ് ചെയ്തത്. ഇനി ഇതാണ് നമ്മുടെ ലാക്ക് ഓപ്രോണിൻ്റെ ഒരു ഐഡിയ പറയുന്നത്. ഇതിൽ എന്തൊക്കെ ഉണ്ട് നോക്കി നോക്കൂ. ഇവിടെ പ്രൊമോട്ടർ ജീൻസ് ഉണ്ടായിരിക്കും, സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റർ ജീൻ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ റെഗുലേറ്ററി ജീൻസ് ഉണ്ടായിരിക്കും. ഏതൊക്കെ ഉണ്ടായിരിക്കും, പ്രൊമോട്ടർ ഉണ്ടായിരിക്കും, റെഗുലേറ്ററി ജീൻസ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റർ ജീൻസ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടായിരിക്കും. സ്ട്രക്ചറൽ ജീൻസ് ആണ് എന്ത് ചെയ്യുക, ട്രാൻസ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ അവരാണ് mRNA കോഡ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ജീൻസിനാണ് mRNA ഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ ജീൻസിൽ 1, 2, 3 3 ജീൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവരെന്തായിരിക്കും, അവർ പോളിസിസ്ട്രോണിക് ആണ്. ഇത് ബാക്ടീരിയയുടെ കേസിലാണ്, ഈക്കോളൈ ബാക്ടീരിയയുടെ കേസിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവർ പോളിസിസ്ട്രോണിക് ആണ്. ഓക്കെ, പോളിസിസ്ട്രോണിക് ആണ് അവർ. സോ ഈ ലാക്കോപ്രോണിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, റെഗുലേറ്ററി അല്ലെങ്കിൽ ഇൻഹിബിറ്റർ ജീൻ എന്നാണ് പറയുക. ഐ ജീൻ എന്നാണ് അതിനെ പറയുന്നത്. റെഗുലേറ്ററി ജീൻസിനെ ഇൻഹിബിറ്റർ ജീൻ എന്ന് പറയും, അല്ലെങ്കിൽ ഐ ജീൻസ് എന്ന് പറയും. ആൻഡ് ദാറ്റ് കോഡ് ഫോർ എ റിപ്രസർ പ്രോട്ടീൻ. അവരെന്തിനെയാണ് കോഡ് ചെയ്യുന്നത്,
റിപ്രസർ പ്രോട്ടീനെയാണ് കോഡ് ചെയ്യുന്നത്. ഈ റിപ്രസർ പ്രോട്ടീൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പിന്നെ പറയും കേട്ടോ. അപ്പോൾ ഈ റെഗുലേറ്ററി ജീൻസ് എന്തിനെ കോഡ് ചെയ്യും? റിപ്രസർ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യും. അതേപോലെ തന്നെ സ്ട്രക്ചറൽ ജീൻസ് ആണ് എന്തിനെ കോഡ് ചെയ്യുന്നത്? mRNA കോഡ് ചെയ്യുന്നത്. അതായത് ട്രാൻസ്ക്രിപ്ഷന് ആവശ്യമുള്ള ആ ട്രാൻസ്ക്രിപ്ഷൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകുന്ന ആ mRNA ഉണ്ടല്ലോ, അതിനെ കോഡ് ചെയ്യുന്നത് ആരാണ്? ഈ സ്ട്രക്ചറൽ ജീൻസ് ആണ്. അതായത് ഇവിടെയാണ് എന്ത് നടക്കേണ്ടത്? ട്രാൻസ്ക്രിപ്ഷൻ നടക്കേണ്ടത്. ഏതാണോ സ്ട്രക്ചറൽ ജീൻ, ആ സ്ട്രക്ചറൽ ജീനിലാണ് എന്ത് നടക്കുക? ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുക. അതായത് DNA-യിൽ നിന്ന് mRNA ഫോം ചെയ്യുക. ഓക്കെ, അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. അതേപോലെ തന്നെ ഓപ്പറേറ്റർ ജീൻ ഉണ്ട്. ഇതാണ് ഓപ്പറേറ്റർ ജീൻ എന്ന് പറയുന്നത്. ഈ ജീനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ റിപ്രസർ പ്രോട്ടീൻ്റെ ആബ്സെൻസിൽ നമ്മുടെ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഓപ്പറേറ്റർ ജീൻസ് ആയിരിക്കും. റിപ്രസർ പ്രോട്ടീൻ്റെ ആബ്സെൻസിൽ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ഓപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന ലാക്കോപ്രോണിൽ കുറച്ച് റീജിയൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് പ്രൊമോട്ടർ റീജിയൻ ഉണ്ട്, റെഗുലേറ്ററി ജീൻ ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പറേറ്റർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. പ്രൊമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊമോട്ടർ റീജിയനിലാണ് നമ്മളുടെ RNA പോളിമറൈസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുക. അതായത് പോളിമറൈസേഷൻ നടത്തണമല്ലോ, അതിനാവശ്യമുള്ള ആ പോളിമറൈസ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണ്? പ്രൊമോട്ടർ റീജിയനിലാണ്. ഈ പ്രൊമോട്ടർ റീജിയനിൽ വന്നിട്ട് പോളിമറൈസ് വന്നിട്ട് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. ഓക്കെ, ഇനി റെഗുലേറ്ററി ജീൻ എന്ത് ചെയ്യും? അവർ റിപ്രസർ പ്രോട്ടീൻസിനെയാണ് കോഡ് ചെയ്യുക. ഓപ്പറേറ്റർ ജീനിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിപ്രസർ പ്രോട്ടീനിൻ്റെ ആബ്സെൻസിൽ അല്ലെങ്കിൽ റിപ്രസർ ജീൻസിൻ്റെ അതിൻ്റെ ആബ്സെൻസിൽ നമ്മളുടെ സ്ട്രക്ചറൽ ജീനിൻ്റെ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഓപ്പറേറ്റർ ആയിരിക്കും. സ്ട്രക്ചറൽ ജീൻസ് എന്ത് ചെയ്യും? ദാറ്റ് കോഡ് ഫോർ mRNA-നെയാണ് അവരെന്ത് ചെയ്യുന്നത്? കോഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നമ്മൾ സ്ട്രക്ചറൽ ജീൻസിൻ്റെ റോളാണ് ഇനി പറയുന്നത്. സ്ട്രക്ചറൽ ജീൻ 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? Z ജീൻ ഉണ്ട്, Y ജീൻ ഉണ്ട്, A ജീൻ ഉണ്ട്. സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് 3 എണ്ണം ഉണ്ട്, Z, Y ആൻഡ് A. ഇതിൽ Z ജീൻ ആണ് എന്തിനെ കോഡ് ചെയ്യുന്നത്? ബീറ്റാ ഗാലക്ടോക്സിഡേസിനെ കോഡ് ചെയ്യുന്നത്. അതായത് ലാക്കോപ്രോൺ എന്ന് പറയുമ്പോൾ ലാക്ടോസിൻ്റെ മെറ്റബോളിസം ആണ് അവിടെ നടക്കുന്നത്. ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ആര്? നമ്മുടെ ബീറ്റാ ഗാലക്ടോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം. ഓക്കെ, ആ ബീറ്റാ ഗാലക്ടോക്സിഡേസ് എൻസൈമിനെ കോഡ് ചെയ്യുന്ന ജീനാണ് ആര്? Z ജീൻ. ഓക്കെ, സോ ദിസ് Z ജീൻ കോഡ് ഫോർ ബീറ്റാ ഗാലക്ടോക്സിഡേസ്. ബീറ്റാ ഗാലക്ടോക്സിഡേസ് എൻസൈംസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടീൻസ് ആണ്. ഓക്കെ, സോ Z ജീൻ വിച്ച് കോഡ്സ് ഫോർ ബീറ്റാ ഗാലക്ടോക്സിഡേസ് ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ബീറ്റാ ഗാലക്ടോക്സിഡേസ് ടു ഹൈഡ്രലൈസ് lactose into galactose and glucose. ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ബീറ്റാ ഗാലക്ടോക്സിഡേസ് എന്ത് ചെയ്യും? ലാക്ടോസിനെ ഹൈഡ്രലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിനെ ബീറ്റാ ഗാലക്ടോക്സിഡേസും അതേപോലെ തന്നെ ഗ്ലൂക്കോസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ബീറ്റാ ഗാലക്ടോക്സിഡേസ് എൻസൈം ആൻഡ് ദിസ് എൻസൈം ഈസ് കോഡഡ് ബൈ ദ ജീൻ Z ജീൻ. ഓക്കെ, അപ്പോൾ Z ജീൻ്റെ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി അടുത്ത ജീൻ ഏതാ? Y ജീൻ. ഇതാണ് നമ്മുടെ Y ജീൻ. ദാറ്റ് കോഡ്സ് ഫോർ പെർമിയേസ്. പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ആര് കോഡ് ചെയ്യുന്നത്? ഈ Y ജീൻ കോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് അവർ സെൽ മെംബ്രെയിൻ ടു ലാക്ടോസ്. അതായത് ലാക്ടോസിന് വേണ്ടിയിട്ടുള്ള സെല്ലിൻ്റെ പെർമിയബിലിറ്റി അവരെന്ത് ചെയ്യും? അതാണ് ഇവരെന്ത് ചെയ്യുക? ഈ പെർമിയേസ് എന്ന് പറയുന്ന എൻസൈം ഇൻക്രീസ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് സെൽ മെംബ്രെയിൻ എന്തിന് പെർമിയബിൾ ആവുക? ആ ലാക്ടോസിന് പെർമിയബിൾ ആവുക. സോ Y ജീൻ ദാറ്റ് കോഡ്സ് ഫോർ പെർമിയേസ് ദാറ്റ് ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ദ സെൽ ടു ബീറ്റാ ഗാലക്ടോസൈഡ് ഓർ ലാക്ടോസ്. ഓക്കെ, ആൻഡ് A ജീൻ ഉണ്ട്. ദാറ്റ് കോഡ് ഫോർ ട്രാൻസ് അസെറ്റിലൈസ് എന്ന് പറയുന്ന എൻസൈമിനെയാണ് ആര് കോഡ് ചെയ്യുന്നത്? ഈ A ജീൻ കോഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ജീനിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഈ ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിലും പ്രസൻസിലും എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഇൻഡ്യൂസർ എന്താണെന്ന് പറഞ്ഞു. ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റബോളിക് റിയാക്ഷനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരെയാണ് നമ്മൾ ഇൻഡ്യൂസേഴ്സ് എന്ന് പറയാം. ചിലപ്പോൾ ഇൻഡ്യൂസർ പ്രസൻ്റ് ആയിരിക്കും, ചിലതിൽ ഇൻഡ്യൂസർ ആബ്സെൻ്റ് ആയിരിക്കും. ഇൻഡ്യൂസർ പ്രസൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻഡ്യൂസർ ആബ്സെൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പറയുന്നത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസർ ഇല്ല. അപ്പോൾ ഈ ലാക്ടോസിൻ്റെ മെറ്റബോളിസം അല്ലെങ്കിൽ ഈ ലാക്കോപ്രോണിൻ്റെ ഈ ഒരു കൺസെപ്റ്റിൽ ലാക്ടോസ് ആണ് അവിടെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത്. ആരാണ് ഇൻഡ്യൂസർ? ലാക്ടോസ് ആണ്. ലാക്ടോസിൻ്റെ പ്രസൻസിലേ എന്തുണ്ടാവുള്ളൂ? ബീറ്റാ ഗാലക്ടോക്സിഡേസ് ഉണ്ടാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഇഫ് ദർ ഈസ് നോ ലാക്ടോസ്,
അവിടെ ലാക്ടോസേ ഇല്ല. ഓക്കെ, അതായത് ഇൻഡ്യൂസറേ ഇല്ല. അപ്പം നമ്മളുടെ ഈ ഓപ്രോൺ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഓപ്രോൺ ഫംഗ്ഷൻ, അതിൻ്റെ ഫംഗ്ഷൻസ് എന്ത് ചെയ്യില്ല? ഓപ്രോൺ അതിൻ്റെ ഫംഗ്ഷനുകളൊന്നും ചെയ്യില്ല. അപ്പോൾ ഓപ്രോൺ സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കും ലാക്ടോസ് ഇല്ലെങ്കിൽ. എങ്ങനെയാണ്? അതായത് റെഗുലേറ്ററി ജീൻസ് എന്ത് ചെയ്യും? ഇവിടെ ഒരു ജീൻ ഉണ്ടല്ലോ, ആദ്യം നമ്മളുടെ RNA പോളിമറൈസ് പോയിട്ട് ഇവിടെ ബൈൻഡ് ചെയ്യും, പ്രൊമോട്ടർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. അതേസമയം തന്നെ നമ്മുടെ റെഗുലേറ്ററി ജീൻ ഉണ്ടല്ലോ, ആ റെഗുലേറ്ററി ജീൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് റെഗുലേറ്ററി mRNA ഉണ്ടാവും. റെഗുലേറ്ററി ജീൻസ് ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് റെഗുലേറ്ററി mRNA ഉണ്ടാവും. ഈ റെഗുലേറ്ററി mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാവും. ആ പ്രോട്ടീനാണ് ഇത് റിപ്രസർ പ്രോട്ടീൻ. അപ്പോൾ റെഗുലേറ്ററി ജീനിൻ്റെ ഫംഗ്ഷൻ എന്താ? ദാറ്റ് കോഡ് ഫോർ റിപ്രസർ പ്രോട്ടീൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? അപ്പോൾ അതേപോലെ ഈ റെഗുലേറ്ററി ജീനിന് എന്തിനെ കോഡ് ചെയ്തു? ഒരു റിപ്രസർ പ്രോട്ടീനെ കോഡ് ചെയ്തു. അങ്ങനെ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി. ഓക്കെ, ഇനി ഈ റിപ്രസർ പ്രോട്ടീൻ എന്ത് ചെയ്യും? നേരെ പോയിട്ട് ഓപ്രോൺ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓപ്രോൺ അല്ല, ഓപ്പറേറ്റർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടായി. ആ റിപ്രസർ പ്രോട്ടീൻ എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്തു? ഈ ഓപ്പറേറ്റർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ഒരു തട പോലെ ആയിട്ട് നിൽക്കുക എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മളുടെ ഈ എൻസൈം ഉണ്ടല്ലോ, RNA പോളിമറൈസ്, ഇതെന്ത് ചെയ്യണം? ഇതിലൂടെ മൂവ് ചെയ്യണം, ഈ ജീനിലൂടെ മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളുടെ ഈ പറയുന്ന എൻസൈം RNA പോളിമറൈസ് എന്ത് ചെയ്തു? ഇതിലൂടെ മൂവ് ചെയ്ത് ഓപ്പറേറ്റർ റീജിയനിൽ എത്തിയപ്പോൾ അവിടെ സ്റ്റക്കായി. കാരണം അവിടെ ആര് നിൽക്കുകയാണ്? ഈ റെഗുലേറ്ററി പ്രോട്ടീൻ വന്നിട്ട് ബൈൻഡ് ചെയ്യാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ സ്ട്രക്ചറൽ ജീനിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. സ്ട്രക്ചറൽ ജീനിലൂടെ മൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുമോ? ഇല്ല, അവിടെ ട്രാൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യില്ല? നടക്കില്ല. അങ്ങനെ അവരെന്ത് ചെയ്യും? ട്രാൻസ്ക്രിപ്ഷനെ സ്റ്റോപ്പ് ചെയ്യും. അതായത് ഈ ലാക്ടോസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഈ നമ്മുടെ പറയുന്ന ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ എന്താ സംഭവിക്കുന്നത്, അതേപോലെ തന്നെ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം നമ്മൾ പറയുന്നത് ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ എന്താ സംഭവിക്കുന്നതെന്നാണ്. ഇൻഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇൻഡ്യൂസറായിട്ട് ആക്ട് ചെയ്യുന്നത് ലാക്ടോസ് ആണ്. ഈ ലാക്ടോസ് ഇവിടെ ഇല്ലെങ്കിൽ, ആ സെല്ലിൽ ലാക്ടോസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലാക്ക് ഓപ്രോൺ റിമെയിൻസ് സ്വിച്ച് ഓഫ്. ലാക്ക് ഓപ്രോൺ എന്തായിട്ട് തന്നെ ഇരിക്കും? സ്വിച്ച് ഓഫ് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, ദ റെഗുലേറ്ററി ജീൻ സിന്തസൈസ് mRNA ടു പ്രൊഡ്യൂസ് ദ റിപ്രസർ പ്രോട്ടീൻ. ആദ്യം എന്ത് ചെയ്യും? റെഗുലേറ്ററി ജീന് mRNA സിന്തസൈസ് ചെയ്യും. ആ mRNAയിൽ നിന്ന് എന്ത് ഉണ്ടാവും? റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യും. ആൻഡ് ദിസ് പ്രോട്ടീൻസ് ബൈൻഡ് ടു ഓപ്പറേറ്റർ റീജിയൻ. അതെന്ത് ചെയ്യും? ഈ ഓപ്പറേറ്റർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഇനി ആൻഡ് ബ്ലോക്ക് RNA പോളിമറൈസ് മൂവ്മെൻറ്റ്. അതിൻ്റെ റിസൾട്ടായിട്ട് RNA പോളിമറൈസിൻ്റെ മൂവ്മെൻറ്റിനെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. RNA പോളിമറൈസിന് അതിലൂടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യില്ല? ഈ സ്ട്രക്ചറൽ ജീൻസിന് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ ഉണ്ടാവുക. ഇനി ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ എന്താ നടക്കണേന്ന് നോക്കുക. ഇൻഡ്യൂസർ സപ്പോസ് പ്രസൻ്റ് ആണ്, അതായത് ലാക്ടോസ് അവിടെ പ്രസൻ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് ലാക്ടോസ് എങ്ങനെയായിരിക്കും അവിടെ പ്രസൻ്റ് ആവുക? പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മുടെ സെൽ മെംബ്രെയിനിലൂടെ ആരെത്തിയിട്ടുണ്ട്? ഇപ്പോൾ ഇതൊരു കൾച്ചർ മീഡിയ എന്ന് വിചാരിക്കുക. ആ കൾച്ചർ മീഡിയത്തിൽ നമ്മൾ ആരെ ആഡ് ചെയ്തു? ലാക്ടോസിനെ ആഡ് ചെയ്തു. ആ ലാക്ടോസിനെ ആഡ് ചെയ്തപ്പോൾ ആ ലാക്ടോസ് എവിടേക്ക് എത്തും? ഈ സെല്ലിനുള്ളിലേക്ക് എത്തും. അതായത് ഈക്വലൈൻ്റെ സെൽ മെംബ്രെയിനിൻ്റെ ഉള്ളിലേക്ക് എത്തും വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എൻസൈം പെർമിയേസ്. പെർമിയേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഇതെവിടേക്ക് എത്തും? ഈ സെൽ മെംബ്രെയിനുള്ളിലേക്ക് എത്തും. അങ്ങനെ ലാക്ടോസ് എവിടെ എത്തി? ഈ സെല്ലിനുള്ളിലേക്ക് എത്തി, അതായത് ഈക്വലൈൻ്റെ സെല്ലിനുള്ളിലേക്ക് എത്തി. സോ ഇഫ് ദ ലാക്ടോസ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ ഗ്രോത്ത് മീഡിയം, നമ്മൾ ആ ഗ്രോത്ത് മീഡിയത്തിൽ ലാക്ടോസിന് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ ലാക്ടോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ഈക്വലൈ. ആ ലാക്ടോസിനെ എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും? അത് ഈക്വലൈയുടെ ഉള്ളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. സെൽസ് ബൈ ദ ആക്ഷൻ ഓഫ് പെർമിയേസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് അത് നടക്കുന്നത്. ആൻഡ് ദ ലാക്ടോസ് ഓർ ദ ഇൻഡ്യൂസർ ബൈൻഡ്സ് ടു ദ റിപ്രസർ പ്രോട്ടീൻ. അതായത് ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. ജീൻ അല്ലെങ്കിൽ റിപ്രസർ ജീൻ എന്ത് ചെയ്യും? റിപ്രസർ mRNA ഉണ്ടാക്കും. അതിൽ നിന്ന് റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്തു. ഈ റിപ്രസർ പ്രോട്ടീൻമേ നമ്മൾ നേരത്തെ വന്ന ഈ ലാക്ടോസ് ഉണ്ടല്ലോ, ഇൻഡ്യൂസർ, അവർ പോയിട്ട് ബൈൻഡ് ചെയ്യും. റിപ്രസർ പ്രോട്ടീൻമേ ആര് വന്നിട്ട് ബൈൻഡ് ചെയ്യും? ഈ പറയുന്ന ഇൻഡ്യൂസർ, അതായത് ലാക്ടോസ് വന്നിട്ട് ബൈൻഡ് ചെയ്യും. ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല? ഈ ഓപ്പറേറ്റർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ ഇൻഡ്യൂസർ എന്ത് ചെയ്തു? നമ്മളുടെ റിപ്രസർ പ്രോട്ടീനെ ബ്ലോക്ക് ചെയ്തു. എന്തിൽ നിന്ന്? ഇവിടെ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നതിൽ നിന്ന് ബ്ലോക്ക് ചെയ്തു.
അപ്പോൾ ഇവിടെ ആര് വന്നില്ല? ഈ റിപ്രസർ പ്രോട്ടീൻ പോയിട്ട് ബൈൻഡ് ചെയ്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നേരത്തെ വന്ന RNA പോളിമറൈസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പറേറ്റർ റീജിയനിലൂടെ മൂവ് ചെയ്ത് സ്ട്രക്ചറൽ ജീനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്ട്രക്ചറൽ ജീനിലൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ട്രാൻസ്ക്രിപ്ഷൻ പറ്റുള്ളൂ. അങ്ങനെ അവരെന്ത് ചെയ്യും? ആ സ്ട്രക്ചറൽ ജീനിനെ ട്രാൻസ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ടായിട്ട് ആരുണ്ടാവും? ബീറ്റാ ഗാലക്ടോക്സിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റൈലേസ് എന്ന് പറയുന്ന 3 എൻസൈംസിന് അവരെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ 3 എൻസൈംസും എന്ത് ചെയ്യും? ലാക്ടോസിൻ്റെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും. അതായത് ഈ ലാക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തുണ്ടാക്കും? ഗാലക്ടോസും ഗ്ലൂക്കോസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ലാക്ടോസ് പ്രസൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്, അതായത് ഈ ഇൻഡ്യൂസർ ഉള്ളതുകൊണ്ട് മാത്രം. അപ്പം നമ്മൾ വിചാരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഗ്ലൂക്കോസും ഗാലക്ടോസും ഓൾറെഡി അവിടെ ഉണ്ടെങ്കിൽ ഇത് നടക്കുമോ? നടക്കില്ല. ഗ്ലൂക്കോസും ഗാലക്ടോസും ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. അവിടെ ആര് തന്നെ വേണം? അവർ മെറ്റബോളൈറ്റ് ആണ്, മീൻസ് അതിൻ്റെ പ്രോഡക്റ്റ് ആണ് എന്ത്? ആ ഗ്ലൂക്കോസും ലാക്ടോസും. അത് ആ സെല്ലിനുള്ളിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്താ വേണ്ടത്? സബ്സ്ട്രേറ്റ് ആണ് വേണ്ടത്. ഇവിടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ഇൻഡ്യൂസർ ആണ്, ദാറ്റ് ഇസ് ലാക്ടോസ്. ഓക്കെ, അതാണ് നമ്മളുടെ ഈ ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ ഉണ്ടാകുന്നത്. ഓക്കെ, സോ ദ ലാക്ടോസ് ഈസ് പ്രൊവൈഡഡ് ടു ദ ഗ്രോത്ത് മീഡിയം ആൻഡ് ദ ലാക്ടോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ ഈക്വലൈ ബൈ ദ ആക്ഷൻ ഓഫ് പെർമിയേസ് ആൻഡ് ദ ലാക്ടോസ് ബൈൻഡ്സ് വിത്ത് ദ റിപ്രസർ പ്രോട്ടീൻ. സോ the repressor proteins cannot bind to operator gene and the operator gene become free. അങ്ങനെ operator gene എന്താവും? free ആവും and induces the RNA polymerase to binds with promoter gene, then transcription start. ആ promoter ജീനിലേക്ക് പോയിട്ട് ബൈൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ട്രാൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ്, അതായത് ആ ട്രാൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യും? അവിടെ സ്വിച്ച് ഓൺ ചെയ്യും. So that is in the presence of inducer. ഇത് ഇൻഡ്യൂസറിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ആൻഡ് ദ ഗ്ലൂക്കോസ് ഓർ ഗാലക്ടോസ് കനോട്ട് ആക്ട് ആസ് ഇൻഡ്യൂസർ ഫോർ ലാക്കോപ്രോൺ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്ലൂക്കോസിനും ഗാലക്ടോസിനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല? ലാക്കോപ്രോണിൽ ഇൻഡ്യൂസർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ലാക്ടോസിനെ റീപ്ലേസ് ചെയ്യാൻ ആർക്ക് പറ്റില്ല? ഈ ഗ്ലൂക്കോസിനും അതേപോലെ തന്നെ ഗാലക്ടോസിനും പറ്റില്ല. ആൻഡ് ദ റെഗുലേഷൻ ഓഫ് ലാക്കോപ്രോൺ ബൈ റിപ്രസർ ഈസ് കോൾഡ് നെഗറ്റീവ് റെഗുലേഷൻ. അതായത് ഈ ലാക്കോപ്രോണിൻ്റെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആ റിപ്രസർ പ്രോട്ടീൻ ആണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുക? നെഗറ്റീവ് റെഗുലേഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇൻഡ്യൂസറിൻ്റെ ആബ്സെൻസിൽ നടന്നത് എന്താണ്? നെഗറ്റീവ് റെഗുലേഷൻ ആണ്. ആൻഡ് ദ ലാക്കോപ്രോൺ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് പോസിറ്റീവ് റെഗുലേഷൻ. ലാക്കോപ്രോൺ ശരിക്കും അപ്പോൾ എന്ത് കൺട്രോളിലാണ്? പോസിറ്റീവ് റെഗുലേഷൻ്റെ കൺട്രോളിലാണ് ഈ ലാക്കോപ്രോണിൻ്റെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? സ്വിച്ച് ഓൺ ചെയ്യുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് ഓപ്രോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പറയുന്നത്. Another important topic of this chapter is Human Genome Project or HGP. എന്താണ് ഹ്യൂമൻ ജീനോം പ്രോജക്ട്സ് നമുക്ക് നോക്കാം. ഹ്യൂമൻ ജീനോം പ്രോജക്ട്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ എൻറ്റയർ DNA ഇൻ ദ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം ഇൻ ആൻ ഓർഗാനിസം ഈസ് കോൾഡ് ജീനോം. അതായത് ഒരു ഓർഗാനിസത്തിൽ എൻറ്റയർ സെറ്റ് ക്രോമസോംസിനെയാണ് എന്തെന്ന് പറയുക? ജീനോം എന്ന് പറയുക. സോ വാട്ട് ഈസ് എ ജീനോം? ദ എൻറ്റയർ DNA ഇൻ എ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം. ഒരു ഹാപ്ലോയിഡ് സെറ്റ് ക്രോമസോമിലുള്ള എൻറ്റയർ ജീൻസ് അതിനെയാണ് എന്തെന്ന് പറയുക? ജീനോം എന്ന് പറയുക. സോ എ ജീനോം ഈസ് ദ എൻറ്റയർ സെറ്റ് ഓഫ് DNA ഇൻ എ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോം. ഒരു ഹാപ്ലോയിഡ് സെറ്റിൽ കാണുന്ന എൻറ്റയർ സെറ്റ് DNAസിന് എന്തെന്ന് പറയും? ജീനോം എന്നാണ് പറയുക. ആൻഡ് ദ ഹ്യൂമൻ ജീനോം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ DNA ഹിയർ ഇറ്റ് ഈസ് പാക്ഡ് ഇൻ 23 ക്രോമസോംസ്. ഹ്യൂമൻസിൽ അവർക്ക് ഹാപ്ലോയിഡ് സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 23 ക്രോമസോംസ് ആണ്. ഓക്കെ, ആ 23 ക്രോമസോംസിൽ എത്ര DNA വരുന്നുണ്ടോ അതൊക്കെ എന്താണ്? അതൊക്കെ ചേർന്നതാണ് അതിൻ്റെ ജീനോം എന്ന് പറയുന്നത്. സോ ഇൻ ഹ്യൂമൻ ജീനോം ഹിയർ ദ DNA ഈസ് പാക്ഡ് ഇൻ 23 ക്രോമസോംസ്. ഹ്യൂമൻ ജീനോമിൽ അവരുടെ ഉള്ള മൊത്തം DNAസിനെ പാക്ക് ചെയ്തിട്ടുള്ളത് 23 ക്രോമസോംസിനുള്ളിലായിട്ടാണ്. 23 ക്രോമസോംസിനുള്ളിലായിട്ടാണ് നമ്മളുടെ മൊത്തം DNAസിനെയും പാക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻ അബൌട്ട് 3 × 10⁹ ബേസ് പെയർ. ആ ഹാപ്ലോയിഡ് സെറ്റിൽ 3 × 10⁹ ബേസ് പെയേഴ്സ് ആണുള്ളത്. എത്ര ബേസ് പെയർ ഉണ്ട്? 3 × 10⁹ ബേസ് പെയർ ഉണ്ട്. ആൻഡ് ദിസ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു മെഗാ പ്രൊജക്റ്റ് എന്നാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ പറയുന്നത്. കാരണം ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ 1919 സ്റ്റാർട്ട് ചെയ്ത ആ പ്രൊജക്റ്റ് എൻഡ് ചെയ്യുന്നത് എപ്പോഴാണ് നോക്കി? 2003 അതായത് ഒരു 13 years എടുത്തു ആ ഒരു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് എ മെഗാ പ്രൊജക്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? മെഗാ പ്രൊജക്ട് എന്നാണ് അറിയപ്പെടുന്നത്. സോ ദ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ദാറ്റ് ടേക്സ് പ്ലേസ് 1990 to
2003 was the first mega project for the sequencing of nucleotides and mapping of all the genes in the genomes. അതായത് അതിൽ ഏതൊക്കെ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടോ ആ ന്യൂക്ലിയോടൈഡ്സ് എങ്ങനെയാണ് ഓരോ ക്രോമസോംസിലും എത്ര DNA ഉണ്ട്, അതിലുള്ള ജീൻസും കാര്യങ്ങളും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ്, ആദ്യം അഡിനിനാണോ പിന്നെ ഗ്വാനിനാണോ സൈറ്റോസിനാണോ, ആ ന്യൂക്ലിയോടൈഡ്സിൻ്റെ ബേസ് പെയേഴ്സ് അല്ലെങ്കിൽ അത് സീക്വൻസ് ചെയ്യുക. അതേപോലെ തന്നെ അതിൻ്റെ മാപ്പിംഗ് ഓരോ DNA അല്ലെങ്കിൽ ഓരോ ക്രോമസോംസിലും ഏതൊക്കെ ജീൻസ് ആണ് കാണുന്നത് എന്നുള്ള സകല ഡീറ്റെയിൽസും ഏതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലൂടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ മെഗാ പ്രൊജക്ട് ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മെഗാ പ്രൊജക്ട് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ സീക്വൻസിങ് ഓഫ് nucleotides and mapping of all the genes in human genome. And the HGP was coordinated by, ഇത് കോർഡിനേറ്റ് ചെയ്തത് ആരൊക്കെയാണ്? ഒന്ന് US Department of Energy and അടുത്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ്, ഈ രണ്ട് ഓർഗനൈസേഷൻസ് കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്, ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ആരൊക്കെയാണ് നോക്കൂ, ഒന്ന് US Department of Energy, US Department of Energyയും അതേപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. ഇത് രണ്ടുപേരും, ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാൻ പറ്റില്ല, ഈ രണ്ട് ഓർഗനൈസേഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വെച്ചിട്ട് എന്താ അവർ ചെയ്തത്, എൻറ്റയർ സെറ്റ് ക്രോമസോംസിനെ അവർ സീക്വൻസ് ചെയ്തു. ഓക്കെ, അതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ചെയ്തത്. ഇനി ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ ഗോൾസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. HGPൻ്റെ ഗോൾസും കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഈ HGPൻ്റെ ഗോൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഓൾ ദ എസ്റ്റിമേറ്റഡ് ജീൻസ് ഇൻ ഹ്യൂമൻ DNA. അതായത് ഹ്യൂമൻ DNAയിൽ എത്ര ജീൻസ് ഉണ്ടോ അതിലുള്ള എല്ലാ ജീൻസിനെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. ഒരു ഹ്യൂമനിൽ ഏതൊക്കെ ജീൻസ് ആണ് കാണുന്നത് ആ സകല ജീൻസിനെ എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ഗോൾ. സോ ഐഡൻറ്റിഫൈ ഓൾ ദ എസ്റ്റിമേറ്റഡ് ജീൻസ് ഇൻ ഹ്യൂമൻ DNA. രണ്ടാമത്തെ ഗോൾ എന്തായിരുന്നു, സീക്വൻസിങ് ഓഫ് 3 ബില്യൺ കെമിക്കൽ ബേസ് പെയേഴ്സ് ഓഫ് ഹ്യൂമൻ DNA. ഹ്യൂമൻ DNAയിൽ 3 × 10⁹ ബേസ് പെയേഴ്സ് ഉണ്ട് അല്ലേ, ആ ബേസ് പെയേഴ്സിനൊക്കെ എന്ത് ചെയ്യുക, സീക്വൻസ് ചെയ്യുക, അതിൻ്റെ ഓർഡേഴ്സൊക്കെ കറക്റ്റ് സീക്വൻസ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഗോൾ. അപ്പോൾ ഫസ്റ്റ് ഗോൾ പറഞ്ഞു, രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് സീക്വൻസിങ് ഓഫ് ഓൾ മീൻസ് 3 ബില്യൺ കെമിക്കൽ ബേസ് പെയേഴ്സ് ഓഫ് ഹ്യൂമൻ DNA. അങ്ങനെ അതിനെ സീക്വൻസ് ചെയ്യുക. മൂന്നാമത്തെ ഗോൾ എന്താ, ഈ സീക്വൻസ് ചെയ്ത ആ ഇൻഫോർമേഷൻസിനെയൊക്കെ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക, ഒരു ഡാറ്റാബേസ് ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത്, സ്റ്റോർ ദിസ് ഇൻഫോർമേഷൻ ഇൻ ഡാറ്റാബേസസ്. ഈ ഇൻഫോർമേഷനെ മൊത്തം എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തത്. ആൻഡ് ഇംപ്രൂവ് ദ ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ആ ഡാറ്റാസ് അനലൈസ് ചെയ്യാനുള്ള ടൂൾസൊക്കെ എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അതാണ് അടുത്തത്. പിന്നെ അടുത്തത് എന്താണ്, ട്രാൻസ്ഫർ ദ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ്. അതായത് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫോർമേഷൻസും അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മറ്റുള്ള സെക്ടേഴ്സിലേക്ക് യൂസ് ചെയ്യുക. അതായത് ഈ ഒരു സെക്ടറിലല്ലാതെ വേറെ ഏതൊക്കെ സെക്ടേഴ്സിലാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്നത് ആ സെക്ടേഴ്സിലൊക്കെ ഇതിനെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഗോൾ എന്ന് പറയുന്നത്. സോ ദ ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ്, അതാണ് അടുത്ത ഗോൾ. And the last goal is address the ethical, legal and social issues, അതായത് LC, ethical, legal and social issues that may arise from the project. അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ അറൈസ് ചെയ്യുന്ന എത്തിക്കൽ ഇഷ്യൂസ്, സോഷ്യൽ ഇഷ്യൂസ്, അതേപോലെ തന്നെ ലീഗൽ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ HGPൻ്റെ ഗോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സകല ജീൻസിനെ എന്ത് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക. രണ്ടാമത് ഈ 3 ബില്യൺ ബേസ് പെയേഴ്സിനെ സീക്വൻസ് ചെയ്യുക. മൂന്നാമത് ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുക. ഈ സ്റ്റോർ ചെയ്ത സാധനത്തിനൊക്കെ അനലൈസ് ചെയ്യുക. അത് മാത്രമല്ല ഇതിനെ വേറെ ഏതൊക്കെ സെക്ടേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അതിലേക്കൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ മാത്രമല്ല ഇതിൽ വരുന്ന സോഷ്യൽ, എത്തിക്കൽ, അതേപോലെ തന്നെ ബാക്കിയുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഗോൾസിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഗോൾസ് ഓഫ് HGP ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി പറയുന്നത് എന്താ, മെത്തഡോളജീസ്. ഇതിൽ വരുന്ന മെത്തേഡ്സ്, എങ്ങനെയാണ് ഈ സീക്വൻസിങ് ചെയ്തത്, ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്, അതിൽ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ്സുകളും കാര്യങ്ങളും, മെത്തഡോളജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ദിസ് ഇൻവോൾവ്സ്, വിച്ച് മീൻസ് ദി ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഇൻവോൾവ്സ് 2 മേജർ അപ്രോച്ചസ്. 2 രീതിയിലുള്ള അപ്രോച്ചസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ്.
എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ്. സെക്കൻഡ് എന്താ? സീക്വൻസിങ് അനോട്ടേഷൻ. ഇങ്ങനെ രണ്ട് അപ്രോച്ചസ് ആണ് ചെയ്തത്. എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സ് ESTs എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. അതായത് RNAs ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ ജീൻസിനെ എന്ത് ചെയ്യുക? ഫോക്കസ് ചെയ്യുക, അതിനെ സീക്വൻസ് ചെയ്യുക. എല്ലാ ജീൻസും RNA ആവില്ല. എല്ലാ ജീൻസും എന്താവുന്നില്ല? RNA ആയിട്ട് മാറുന്നില്ല. RNA ആയിട്ട് മാറുന്ന ഏതൊക്കെ ജീൻസ് ആണോ ഉള്ളത് അതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അത് ഏതൊക്കെയാണെന്നുള്ളത് അതിൽ വരുന്ന നൈട്രജൻ ബേസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. സോ ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു? ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. RNA ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന എല്ലാ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു അപ്രോച്ച്. രണ്ടാമത്തെ അപ്രോച്ച് എന്താ? സീക്വൻസ് അനോട്ടേഷൻ എന്നാണ് രണ്ടാമത്തെ അപ്രോച്ചിന് പറയുന്നത്. ഹിയർ ദ സീക്വൻസിങ് ഹോൾ സെറ്റ് ഓഫ് ജീനോം കണ്ടെയ്നിങ് ഓൾ ദ കോഡിംഗ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസ് ആൻഡ് ലേറ്റർ അസൈനിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ ദ സീക്വൻസ് വിത്ത് ഫങ്ഷൻ. ആദ്യം എന്ത് ചെയ്യുക? DNA വരുന്ന എല്ലാ കോഡിംഗ് റീജിയൻസിനെയും നോൺ കോഡിംഗ് റീജിയൻസിനെയും എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? RNA ആയിട്ട് മാറുന്ന ജീൻസിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആ റീജിയൻസ് മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാഗ്സിൽ പറയുന്നത്. രണ്ടാമത്തെ അപ്രോച്ച് ആയിട്ടുള്ള സീക്വൻസ് അനോട്ടേഷനിൽ എന്താ പറയുന്നത്? എല്ലാ ജീൻസിനെയും ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് കോഡ് ചെയ്യുന്നതും നോൺ കോഡ് ചെയ്യുന്നതുമായിട്ടുള്ള സകല മാനദണ്ഡത്തിനെ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് പിന്നീട് എന്ത് ചെയ്യുക? ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് അനോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് പിന്നീട് അതിൻ്റെ ഫങ്ഷൻസ് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് ഇതൊക്കെയാണെന്നുള്ളത് പിന്നീട് കണ്ടെത്തുക. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ഇൻ ദ സെക്കൻഡ് അപ്രോച്ച്, that is sequence annotation, here the sequencing whole set of genome which contains all coding and non-coding sequence. അതായത് 23 ക്രോമസോംസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ആ DNA സകല ആ DNAയുടെ എൻറ്റയർ സെറ്റിനെ എന്ത് ചെയ്യുക? അല്ലെങ്കിൽ എൻറ്റയർ റീജിയൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് ലേറ്റർ അസൈനിങ് ഡിഫറെൻറ്റ് റീജിയൻസ് ഇൻ സീക്വൻസ് വിത്ത് ഫങ്ഷൻ. പിന്നീട് അതിൻ്റെ ഓരോ റീജിയൻസും ഏതാണെന്ന് അസൈൻ ചെയ്ത് അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ ഇതാണ് രണ്ട് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഒന്ന് ഏതാണ്? ഒന്ന് ESTs, അതേപോലെ തന്നെ രണ്ട് സീക്വൻസ് അനോട്ടേഷൻ. ഇനി ഇതിൻ്റെ പ്രൊസീജിയറാണ് ഇനി പറയുന്നത്. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ HGP എങ്ങനെയാണ് ചെയ്തത് അതിൻ്റെ പ്രൊസീജിയറാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ HGP എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ഗോൾസ് എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്ത അപ്രോച്ചസ് എങ്ങനെയാണ്, രണ്ട് രീതിയിലുള്ള അപ്രോച്ചസ് പറഞ്ഞു. ഇനി അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. നോക്കി നോക്കും. ഐസൊലേറ്റ് DNA ഫ്രം എ സെൽ. ഒരു സീക്വൻസ്, നമ്മൾ ഹ്യൂമൻ ജീനോമാണ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കിട്ടണം? നമുക്കൊരു ഹ്യൂമൻ സെല്ല് വേണം. ആ ഒരു സെല്ലിനെ എന്ത് ചെയ്തു? ഐസൊലേറ്റ് ചെയ്തു. സോ ഫസ്റ്റ് ഐസൊലേറ്റ് DNA ഫ്രം എ സെൽ. ഒരു സെല്ലിൽ നിന്ന് DNAനെ ഐസൊലേറ്റ് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? ഈ DNAസിനെ, ഈ ഐസൊലേറ്റ് ചെയ്ത DNAനെ റാൻഡം ആയിട്ട് ഫ്രാഗ്മെൻറ്റ്സ് ആക്കി മാറ്റി. അവിടെ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. സോ കൺവേർട്ട് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ്. കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അതിനെന്ത് ചെയ്തു? കട്ട് ചെയ്തു. ആ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള DNAനെ കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്തു? ക്ലോൺ ഇൻ എ ഹോസ്റ്റ്. ഈ ഐസൊലേറ്റ് ചെയ്ത് ഈ കട്ട് ചെയ്ത ഈ സാധനത്തിനെ അല്ലെങ്കിൽ ഈ DNAനെ ക്ലോൺ ചെയ്തു. അതായത് വെക്ടേഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിനെ പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? അതിൻ്റെ മൾട്ടിപ്പിൾസ് ഫോം ചെയ്തു. കുറേ ക്ലോൺ ചെയ്തെടുത്തു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഇത്രയും ഉണ്ടാക്കി, ഇതിൽ നിന്നുള്ളത് കുറേ ഉണ്ടാക്കി, അപ്പുറത്ത് അങ്ങനെ ഓരോ ഭാഗത്തിനെയും എന്ത് ചെയ്തു? ക്ലോൺ ചെയ്തു വിത്ത് ദ ഹെൽപ്പ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് ക്ലോൺ ചെയ്തു. അതേപോലെ തന്നെ അതിനെ ആംപ്ലിഫൈ ചെയ്തു. അതിൻ്റെ എണ്ണം കൂട്ടി വന്നു. ഓക്കെ, സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ക്ലോൺ ഇൻ എ ഹോസ്റ്റ്. ഒരു ഹോസ്റ്റിൽ അതിനെന്ത് ചെയ്യുക? ക്ലോൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയൽ സെല്ലോ അല്ലെങ്കിൽ ഒരു വൈറൽ സെല്ലോ എടുത്തിട്ട്, ഒരു ഈസ്റ്റ് സെല്ലോ എടുത്തിട്ട് അതിലേക്ക് ഈ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആ DNA എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യും? ബൈ യൂസിങ് വെക്ടേഴ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ വെക്ടേഴ്സ് ഏതൊക്കെയാണ്? ബാക്ക് ആൻഡ് യാക്ക്. ബാക്ക് മീൻസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് യാക്ക് ഈസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ബാക്കും അതേപോലെ തന്നെ യാക്കും. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിനെന്ത് ചെയ്തു? ആ വെക്ടേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ സെൽസിനൊക്കെ അല്ലെങ്കിൽ ഈ ഫ്രാഗ്മെൻറ്റ്സിനെ ആംപ്ലിഫൈ ചെയ്തു. അതിൻ്റെ എണ്ണം കൂട്ടി. ഇനി എന്താ ചെയ്തത് നോക്കി നോക്ക്.
സീക്വൻസിങ് ഓഫ് ദി ഫ്രാഗ്മെൻറ്റ്സ് യൂസിങ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസ്. ഓട്ടോമേറ്റഡ് DNA സീക്വൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ DNAസിനൊക്കെ എന്ത് ചെയ്തു, സീക്വൻസ് ചെയ്തു. ഒരു ചെറിയ കഷ്ണം കൊണ്ട് നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരൊറ്റ നേരത്തെ കണ്ട ഒരു ചെറിയൊരു ഫ്രാഗ്മെൻ്റ് കൊണ്ട് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്, ആംപ്ലിഫൈ ചെയ്യുന്നത്. ഇനി ഈ ആംപ്ലിഫൈ ചെയ്ത സാധനത്തിന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സീക്വൻസ് ചെയ്യാൻ പറ്റും. കാരണം അതിന് മാത്രമുണ്ട്. സോ അടുത്ത് എന്ത് ചെയ്തു, ഓട്ടോമേറ്റഡ് DNA സീക്വൻസിങ്ങിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു, സീക്വൻസ് ചെയ്തു വിത്ത് ഹെൽപ്പ് ഓഫ് ഫെഡറിക് സാങ്കർ മെത്തേഡ്. ഫെഡറിക് സാങ്കർ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇതിന് എന്ത് ചെയ്യുന്നത്, സീക്വൻസ് ചെയ്യുന്നത്. ഇനി ഈ സീക്വൻസിന് എന്ത് ചെയ്യും, ഓവർലാപ്പിംഗ് റീജിയൻസിൻ്റെ ബേസിൽ അറേഞ്ച് ചെയ്യും. അറേഞ്ച് ദ സീക്വൻസ് ബേസ്ഡ് ഓൺ ഓവർലാപ്പിംഗ് റീജിയൻസ്. അതായത് നമ്മൾ പല പല ഭാഗങ്ങൾ വെച്ചിട്ടല്ലേ കട്ട് ചെയ്തത്. ഈ കട്ട് ചെയ്തതിൽ ചിലപ്പോൾ ഓവർലാപ്പ് ചെയ്യുന്ന റീജിയൻസ് ഉണ്ടായിരിക്കും. ഒന്ന് ഓവർലാപ്പ് ചെയ്യുന്നത്, ഇപ്പോൾ ഇതിന് കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ 2 ഭാഗങ്ങളായിട്ടായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലോക്ക്, അത് നമ്മൾ 2 ബ്ലോക്ക്സ് ഉണ്ട്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ അതിന് അതേപോലെയുള്ള ഒരു ബ്ലോക്കും കൂടി കിട്ടണ്ടേ, എന്നാലല്ലേ നമുക്ക് കറക്റ്റ് രീതിയിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പെട്ടിയാണെങ്കിൽ അത് അടയ്ക്കണമെങ്കിൽ അതിന് ഫിക്സ് ചെയ്യാൻ പറ്റുന്ന റീജിയൻ ആയിരിക്കില്ലേ. അതേപോലെയുള്ള ഓവർലാപ്പിംഗ് റീജിയൻസ് ഉണ്ട്, അങ്ങനെയുള്ള റീജിയൻസ്. ആ റീജിയൻസ് വെച്ചിട്ട് ഇത് എന്ത് ചെയ്യും, ഇതിനെ സീക്വൻസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറേ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും. ആ കഷ്ണങ്ങളെ നമ്മൾ ഓവർലാപ്പിംഗ് റീജിയൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്ലോസ് ചെയ്ത്, അതായത് അറേഞ്ച് ചെയ്തെടുത്തു. സോ അറേഞ്ച് ദ സീക്വൻസ് ബേസ്ഡ് ഓൺ ഓവർലാപ്പിംഗ് റീജിയൻസ്. ദെൻ എന്താ ചെയ്തത്, അലൈൻമെൻറ്റ് ഓഫ് ദ സീക്വൻസ് യൂസിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഈ സീക്വൻസിങ്ങിനൊക്കെ എന്ത് ചെയ്തു, അലൈൻ ചെയ്തെടുത്തു. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്തത്, നമ്മൾ സെല്ലിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്തു. ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള DNA കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റി. ഈ ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും, ക്ലോൺ ചെയ്യും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബാക്ക് ആൻഡ് യാക്. അതായത് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോമും അതേപോലെ തന്നെ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിന് എന്ത് ചെയ്തു, ആംപ്ലിഫൈ ചെയ്തെടുത്തു. ഈ ആംപ്ലിഫൈ ചെയ്ത സാധനത്തിന് പിന്നീട് എന്താ ചെയ്യുന്നത്, ഓട്ടോമേറ്റഡ് DNA സീക്വൻസിങ് വെച്ചിട്ട് അതിനെന്ത് ചെയ്യും, സീക്വൻസ് ചെയ്യും. ഇനി ഇങ്ങനെ സീക്വൻസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓവർലാപ്പിംഗ് റീജിയൻസ് ഉണ്ടായിരിക്കും. ഒന്നിന് ഓവർലാപ്പ് ചെയ്ത് പോകുന്ന റീജിയൻസ്. ആ ഓവർലാപ്പിംഗ് റീജിയൻസ് വെച്ചിട്ട് അതിന് എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. ഏത് ഭാഗമാണോ ഓവർലാപ്പ് ചെയ്യുന്നത് ആ ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പേപ്പർ കുറേ കഷ്ണങ്ങളാക്കി കീറി. പക്ഷെ ആ കീറിയ പേപ്പർ കുറേ കഷ്ണങ്ങൾ ഒരു 5 വട്ടം നമ്മളിങ്ങനെ കീറിയും വിചാരിക്കും. പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് ജോയിൻ ചെയ്യുന്ന റീജിയൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് വീണ്ടും ആ പഴയ ആ ഷേപ്പിലേക്ക് ആക്കാൻ പറ്റും. അതേപോലെ ഇവിടെയും ഓവർലാപ്പിംഗ് റീജിയൻസ് ഉണ്ട്. ആ ഓവർലാപ്പിംഗ് റീജിയൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ആ കറക്റ്റ് സീക്വൻസിനെ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്തു. ഇനി ഈ അറേഞ്ച് ചെയ്തിട്ടുള്ള സീക്വൻസിന് എന്താ ചെയ്യുക, അതിനെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിൻ്റെ അലൈൻമെൻറ്റ്സ് എന്ത് ചെയ്യും, സീക്വൻസ് ചെയ്യും. അതെങ്ങനെയാണ് അലൈൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സീക്വൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ബാക്ക് മീൻസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം ആൻഡ് യാക് മീൻസ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇതാണ് നമ്മളുടെ DNA നമ്മൾ HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഐസൊലേറ്റ് ചെയ്യുന്നു, അതിനെ കുറേ കോപ്പീസ് ഉണ്ടാക്കുന്നു, കോപ്പീസ് ഉണ്ടാക്കിയിട്ട് അതിനെ സീക്വൻസ് ചെയ്യുന്നു. സീക്വൻസ് ചെയ്ത സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സീക്വൻസിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹ്യൂമൻ ജീനോംസ് പ്രോജക്ട്സ് പ്രൊസീജിയർ. അതാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ എന്താ ചെയ്തതെന്ന് അറിയാലോ, അത് ചെയ്തത് ഫെഡറിക് സാങ്കർ ആണ്. Okay, Sankar has also developed the method for sequencing of amino acids in proteins. Sankar എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോട്ടീൻസിൽ അമിനോ ആസിഡ്സ് ഉണ്ട് അല്ലേ. ഈ അമിനോ ആസിഡ്സ് എങ്ങനെയാണ് സീക്വൻസ് ചെയ്തിട്ടുള്ളത്, ഓരോ പ്രോട്ടീൻസിലും അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിങ് വ്യത്യാസമുണ്ട്. ആ അമിനോ ആസിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അദ്ദേഹം എങ്ങനെയാണ് ഈ പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമിനോ ആസിഡ്സ് അലൈൻ ചെയ്തിട്ടുള്ളത്, ആ സീക്വൻസിങ് ആണ് ആര് ഐഡൻറ്റിഫൈ ചെയ്തത്, നമ്മുടെ ഫെഡറിക് സാങ്കർ ഐഡൻറ്റിഫൈ ചെയ്തത്. സോ സാങ്കർ മീൻസ് ഫെഡറിക് സാങ്കർ ഓൾസോ ഡെവലപ്പ് എ മെത്തേഡ് ഫോർ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ പ്രോട്ടീനിലെ അമിനോ ആസിഡ്സിൻ്റെ സീക്വൻസിങ് ആണ് അദ്ദേഹം ചെയ്തത്. ആൻഡ് ദ DNA ഈസ് കൺവേർട്ടഡ് ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ് ആസ് ദർ ആർ ടെക്നിക്കൽ ലിമിറ്റേഷൻസ് ഇൻ സീക്വൻസിങ് വെരി ലോങ് പീസ് ഓഫ് DNA. അതായത് വലിയൊരു DNA സീക്വൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വലിയൊരു DNA ഒരു ഇതിനെ സീക്വൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെന്ത് ചെയ്യുന്നത്,
കുറേ കുഞ്ഞു കുഞ്ഞു സീക്വൻസസ് ആക്കിയിട്ട് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യുന്നത്, അതിനെ സീക്വൻസ് ചെയ്യുന്നത്. കാരണം ഓരോ ചെറിയ കഷ്ണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അറ്റ് എ ടൈം എന്ത് ചെയ്യുന്നത്, സീക്വൻസ് ചെയ്യുന്നത്. അല്ലാതെ എൻറ്റയർ DNA എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സമയം നമുക്ക് സീക്വൻസ് ചെയ്യാൻ പറ്റില്ല. സോ ദ DNA ഈസ് കൺവേർട്ടഡ് ഇൻ ടു റാൻഡം ഫ്രാഗ്മെൻറ്റ്സ്. കുറേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദ ടെക്നിക്കൽ ലിമിറ്റേഷൻ ഇൻ സീക്വൻസിങ് എ ലോങ് പീസ് ഓഫ് DNA. ആൻഡ് ദിസ് HGP വാസ് അസോസിയേറ്റഡ് വിത്ത് ബയോ ഇൻഫോർമാറ്റിക്സ്. അതായത് ഈ HGP എന്ന് പറയുന്ന ഈ സംഭവം നമ്മളുടെ ബയോളജിയിൽ പുതിയൊരു ബ്രാഞ്ച് തന്നെ ഉണ്ടായി. അതാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ബയോളജിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സ്റ്റോർ ചെയ്യുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ബയോളജി ഫീൽഡിൽ ഉണ്ടാകുന്ന കുറച്ച് എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡാണ് ഇത് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആൻഡ് ബയോളജി. ഓക്കെ, ദാറ്റ് ഈസ് ബയോ ഇൻഫോർമാറ്റിക്സ്. അപ്പോൾ ഈ ഒരു HGP എന്ന് പറയുന്നത് എന്തിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിനോട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. കാരണം HGPൻ്റെ സകല ഡീറ്റെയിൽസും അല്ലെങ്കിൽ സീക്വൻസിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളതൊക്കെ ചെയ്തത്. സോ വാട്ട് ഈസ് ബയോ ഇൻഫോർമാറ്റിക്സ്? It is the application of computer science. Computer science ലുള്ള application. അതേപോലെ തന്നെ ഇൻഫോർമേഷൻ ടെക്നോളജിയും നമ്മൾ ഏത് ഫീൽഡിൽ യൂസ് ചെയ്യാണ്, ബയോളജി ആൻഡ് മെഡിസിൻ ഫീൽഡിൽ യൂസ് ചെയ്യാം. സോ വാട്ട് ഈസ് ബയോ ഇൻഫോർമാറ്റിക്സ്? ഇറ്റ് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ദ ഫീൽഡ് ഓഫ് മെഡിസിൻ ആൻഡ് ബയോളജി. അതിനെയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയാം. ഓക്കെ, അത് മാത്രമല്ല 23 ക്രോമസോംസിൽ 22 ക്രോമസോംസ് എന്താണ്, ഓട്ടോസോംസ് ആണ്. ബാക്കി 2 എണ്ണം എന്താ, അത് ഒന്ന് X ക്രോമസോമും ഒന്ന് Y ക്രോമസോമും ആണ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് സീക്വൻസ്ഡ് വൺ, ഇതിൽ തന്നെ ഏറ്റവും ലാസ്റ്റ് സീക്വൻസ് ചെയ്ത ക്രോമസോം എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ 1 ആണ്. ആൻഡ് ദാറ്റ് ഈസ് സീക്വൻസ് ഇൻ May 2006. 2006 ഈ ക്രോമസോം നമ്പർ 1 എന്ത് ചെയ്യുന്നത്, സീക്വൻസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം അതിന് മുന്നേ സീക്വൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ജനറ്റിക് ആൻഡ് ഫിസിക്കൽ മാപ്പിംഗ് ഓഫ് ദ ജീനോം വർ ജനറേറ്റഡ് യൂസിങ് ഇൻഫർമേഷൻ ഓൺ polymorphism of restriction endonuclease recognition site and some repetitive DNA sequence. അതായത് കുറച്ച് റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസസ് ഉണ്ട്. അതായത് DNAയുടെ ചില ഭാഗങ്ങൾ പിന്നെയും എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യുന്ന റീജിയൻസ് ഉണ്ട്. കുറച്ച് റീജിയൻ വരും, അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, വീണ്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന റീജിയൻസിനെയാണ് എന്തെന്ന് പറയുക, റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസ് അല്ലെങ്കിൽ മൈക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറയും. ഇങ്ങനെയുള്ള കുറച്ച് മൈക്രോ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് DNAസിൻ്റെയും അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് റെക്കഗ്നീഷൻ സൈറ്റുകളുണ്ട്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈമിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന കുറച്ച് സൈറ്റ്സ് ഉണ്ട്. ഇതിൻ്റെ ഒക്കെ കറക്റ്റ് ഇൻഫോർമേഷൻസ്, അതിൻ്റെ പോളിമോർഫിസം, അത് പോളിമോർഫൈസ് ചെയ്ത് അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻഫോർമേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജീനോമിനെ മാപ്പ് ചെയ്യുന്നതും അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ജനറ്റിക് മാപ്പിങ്ങും ഫിസിക്കൽ മാപ്പിങ്ങും ഒക്കെ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരുന്നു, ഈ പറയുന്ന ഇൻഫോർമേഷൻസിൻ്റെ ബേസിലായിരുന്നു. അതായത് നമ്മുടെ DNA-യിൽ റിപ്പീറ്റേറ്റീവ് സീക്വൻസുകളുണ്ട്. ആ റിപ്പീറ്റേറ്റീവ് സീക്വൻസുകളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, അതേപോലെ തന്നെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയേസ് ആക്ട് ചെയ്യുന്ന കുറച്ച് സൈറ്റുകളുണ്ട്. ആ സൈറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഇൻഫോർമേഷൻ. ഇത് രണ്ടും അറിഞ്ഞതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, ഈ ഹ്യൂമൻ ജീനോമിൻ്റെ ജനറ്റിക് ആയിട്ടുള്ളതും അതിൻ്റെ ഫിസിക്കൽ മാപ്പിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റിയത് ഇതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ DNA സീക്വൻസ് ഓഫ് ഓൾസോ ഹാവ് ബീൻ ഡൺ ഇൻ ബാക്ടീരിയ, ഈസ്റ്റ്, സിനോർഹാബിറ്റിസ് എലിഗൻസ്, ഡ്രോസോഫില പ്ലാന്റ്സ്. ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ DNA സീക്വൻസിങ്ങും ചെയ്തിട്ടുണ്ട്. വെറും ഹ്യൂമൻസിൻ്റെ മാത്രമല്ല, ഈ പറഞ്ഞതിൻ്റെയൊക്കെ DNA സീക്വൻസും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഹ്യൂമൻ ജീനോംസിൻ്റെ സാലിയൻ ഫീച്ചറാണ്. ഹ്യൂമൻ ജീനോമിൻ്റെ സാലിയൻ ഫീച്ചേഴ്സാണ് നമ്മളിനി പറയുന്നത്, HGP-യിൽ സാലിയൻ ഫീച്ചേഴ്സ്. സോ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻ 3164.7 ബില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ്. എത്ര ബേസസ് ഉണ്ട്, 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസസ് ആണ് നമ്മളുടെ ഹ്യൂമൻ ജീനോമിൽ കാണുന്നത്. ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ജീൻസ്, ടോട്ടൽ എത്ര ജീൻസ് ഉള്ളത്, അബൌട്ട് 30,000 ജീൻസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ടോട്ടൽ 30,000 ജീൻസ് ആണ് കാണുന്നത്. ആൻഡ് ദ ആവറേജ് ജീൻസ് കൺസിസ്റ്റ് ഓഫ് 3,000 ബേസസ്. ഒരു ആവറേജ് ജീനിൽ മിനിമം എത്ര ബേസ് ഉണ്ടായിരിക്കും, 3,000 ബേസസ് ആണ് മിനിമം കാണുന്നത്. ബട്ട് ദ സൈസ് വാരി, സൈസ് പക്ഷെ എന്ത് ചെയ്യാറുണ്ട്, വാരി ചെയ്യാറുണ്ട്. ലാർജസ്റ്റ് നോൺ ഹ്യൂമൻ ജീൻ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ട്രോഫിനാണ്. ഡിസ്ട്രോഫിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ലാർജസ്റ്റ് ജീൻ. ആൻഡ് ദാറ്റ് ഈസ് സീൻ ഇൻ ദ X ക്രോമസോം. X ക്രോമസോമിലാണ് ഈ ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ജീനിനെ
കാണുന്നത്. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻസ് 2.4 മില്യൺ ബേസസ്. ഏറ്റവും കൂടുതൽ ബേസസ് കാണുന്നത് ഏതിലാണ്? ആ ഒരു ഡിസ്ട്രോഫിൻ എന്ന് പറയുന്ന ജീനിലാണ്. അതാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ജീൻ. ഇതുവരെ നമ്മുടെ ബോഡിയിലുള്ളതിൽ ലാർജസ്റ്റ് ജീൻ എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്ട്രോഫിൻ ആണ്, വിച്ച് കൺസിസ്റ്റ് ഓഫ് 2.4 ബില്യൺ bases. And the 99% nucleotide bases are same in all humans. അതായത് നമ്മുടെ ഹ്യൂമൻസിലെ 99.9% ജീൻസും എന്താണ്? സെയിം ആണ്. ബാക്കി 1%. ആ 1% ആണ് എന്ത്? നമ്മൾ ഓരോ ആൾക്കാരെയും ഡിഫറെൻ്റ് ആക്കുന്നത്, നമ്മൾ ഓരോ ആൾക്കാരെയും യുണീക്ക് ആക്കുന്നത് ആ ഒരു 1% ആണ്. സോ 99.9% ന്യൂക്ലിയോടൈഡ് ബേസസ് ആർ സെയിം ഇൻ ഓൾ പീപ്പിൾ ആൻഡ് ഓൺലി 0.1%, which means 3 into 10 raised to 6 base pair differences makes every individual unique. And ഒരുപാട് ജീൻസ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഈ ഡിസ്കവർ ചെയ്തിട്ടുള്ള ജീൻസിൽ 50% ജീൻസിൻ്റെ ഫങ്ഷൻസും നമുക്ക് അറിയില്ല, അതിൻ്റെ ഫങ്ഷൻസ് അൺനോൺ ആണ്. ആൻഡ് ക്രോമസോം നമ്പർ 1 ദാറ്റ് ഹാസ് മോസ്റ്റ് ജീൻസ്, അതിലാണ് ക്രോമസോം നമ്പർ 1ലാണ് കൂടുതൽ ജീൻസ് ഉള്ളത്. എത്ര ജീൻസ് ഉണ്ട്? 2968 ജീൻസ് ആണ് ക്രോമസോം നമ്പർ 1ലുള്ളത്. ഏറ്റവും കുറവ് ജീൻസ് കാണുന്ന ഇതിലാണ്? Y ജീനിലാണ്. 231 ജീൻസ് ആണ് ഇതിലുള്ളത്, Y ജീനിലുള്ളത്. ആൻഡ് ലെസ് ദാൻ 2% ഓഫ് ദ ജീനോം കോഡ് ഫോർ പ്രോട്ടീൻസ്. ഇത്രയും ജീൻസിൽ വളരെ 2%ലും കുറവാണ് എന്തിനെ കോഡ് ചെയ്യുന്നത്? പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്നത്. ഒരുപാടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു, അതിലാകെ 2% പോലും എന്ത് ചെയ്യുന്നില്ല? പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നില്ല. And a very large portion of human gene is made of repetitive DNA sequence. അതായത് നമ്മളുടെ DNA-യുടെ ഒരുപാട് ഭാഗം, കൂടുതൽ ഭാഗവും എന്താണ്? റിപ്പീറ്റേറ്റീവ് സീക്വൻസുകളാണ് കാണുന്നുണ്ടാവുക. സോ എ വെരി ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം ഇസ് മെയ്ഡ് ഓഫ് repetitive sequence and these stretch of DNA sequence are repeated many times. അപ്പോൾ ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? അവർ പിന്നെയും എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ GATA അതാണ് ഒരു സീക്വൻസ് എന്ന് വിചാരിക്കുക, അതിങ്ങനെ കുറേ വട്ടം എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്യുക. GATA എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ അവരെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ആൻഡ് ദേ ഹാവ് നോ ഡയറക്റ്റ് കോഡിങ് ഫംഗ്ഷൻ. അത് മാത്രമല്ല അവർക്ക് പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നുമില്ല, മീൻസ് ഡയറക്റ്റ് ആയിട്ടുള്ള കോഡിങ് ഫംഗ്ഷൻസ് ഒന്നും അവർക്കില്ല. പക്ഷെ അവർ നമ്മളുടെ DNA സീക്വൻസിങ്ങിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെയിൻ റോള് പ്ലേ ചെയ്യുന്നുണ്ട്. ഈവൻ ദോ അവർ പ്രത്യേകിച്ച് അവർ ഫങ്ഷൻസ് ഒന്നും കോഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ നമ്മളുടെ DNA ആ ക്രോമസോമിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കത്തിനും അല്ലെങ്കിൽ എവല്യൂഷനും ഒക്കെ ആര് കാരണമാണ്? ഈ ഒരു റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസസ് കാരണമാണ്. ആൻഡ് അബൌട്ട് 1.4 മില്യൺ ലൊക്കേഷൻസ് ഹാവ് സിംഗിൾ ബേസ് DNA ഡിഫറൻസ്. അതിൽ സിംഗിൾ ബേസ്, ഒരൊറ്റ ബേസിൽ മാത്രമേ ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ? DNA-യിൽ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അതിനെയാണ് എന്തെന്ന് പറയുക? സ്നിപ്സ് അല്ലെങ്കിൽ SNPs എന്ന് പറയും. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അല്ലെങ്കിൽ സ്നിപ്സ് എന്നാണ് എന്നെ പറയുക. സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അല്ലെങ്കിൽ സ്നിപ്സ് എന്ന് പറയും. അതിൽ ഒരു സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഡിഫറൻസസ് വരുന്നുള്ളൂ. ആൻഡ് ദിസ് ഹെൽപ്സ് ടു ഫൈൻഡ് ക്രോമസോമൽ ലൊക്കേഷൻസ് ഫോർ ഡിസീസ് അസോസിയേറ്റഡ് സീക്വൻസ്. അതായത് ഈ സ്നിപ്സ് നമ്മൾ എന്തിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്? ഡിസീസസ് ഉണ്ടാവുന്ന ചില സീക്വൻസസിൽ ഡിസീസസ് ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ചില സിംഗിൾ ന്യൂക്ലിയോടൈഡിൽ വരുന്ന ചേഞ്ച് കാരണമുള്ള ഡിസീസസ്, സിംഗിൾ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഡിസീസസിനെയും അതേപോലെ തന്നെ ഹ്യൂമൻ എവല്യൂഷണറി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ട്രേസ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ സ്നിപ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിലെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ?